ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇതെൻ്റെ പാരീസ് യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ, ഇനി ആദ്യമായിട്ട് പോകാൻ പോകുന്നത് ലൂവർ മ്യൂസിയത്തിലേക്കാണ്. ലൂവറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്ലാസിൻ്റെ പിരമിഡാണ്. നമ്മളെല്ലാ പിക്ചറിലും വീഡിയോയിലൊക്കെ ലൂവർ മ്യൂസിയത്തിൻ്റെ കാണുമ്പോൾ ഈ കാണുന്ന പിരമിഡാണിത് എൻ്റെ ബാക്കിലുള്ളത്. കണ്ടില്ലേ, 666 ഗ്ലാസ് പെയിൻസ് വെച്ചിട്ടാണല്ലോ, ഗ്ലാസ് പീസസ് വെച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയത്. എന്താ നമ്പറിൻ്റെ പ്രത്യേകത എന്നറിയില്ല. 666 ഗ്ലാസ് പീസസാണ് ആ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ലൂവർ മ്യൂസിയത്തിനുള്ളിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. അതുപോലെ 38,000 ഒബ്ജക്ട്സ് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞു. വേറൊരു കാര്യത്തിലാണ് ഇത് പ്രശസ്തമായിട്ടുള്ളത്, നമ്മുടെ മൊണാലിസ. നമ്മൾ മൊണാലിസനെ കാണാൻ നോക്കാം. ഈ ലൂവർ മ്യൂസിയം നിൽക്കുന്ന ഈ ബിൽഡിങ് ഇത് 1190 ഒരു കോട്ടയായിട്ടാണ് ഉണ്ടാക്കിയത്. അന്ന് ഫ്രാൻസിനെയും എസ്പെഷ്യലി പാരീസിനെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോട്ടയായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് മ്യൂസിയം ആക്കുന്നത് 1793 അന്ന് ഈ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ കൊണ്ടുവച്ചിട്ടാണ് ഒരു മ്യൂസിയം ആക്കി മാറ്റുന്നത്. അന്നുണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതൊക്കെ. ലൂവർ കാസിൽ എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. അന്നത്തെ അതിൻ്റെ ബേസ്മെൻറ്റാണിത്, ഫൗണ്ടേഷൻ. ഈജിപ്ഷ്യൻ ആൻറ്റിക്വിറ്റീസ് എന്ന് പറഞ്ഞ സെക്ഷനാണിത്. BC 4000 മുതൽ AD 395 വരെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. BC 4000 എന്നൊക്കെ പറയുമ്പോൾ എത്ര പഴക്കമുള്ളതല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് കണ്ടു തീർക്കണമെങ്കിൽ മിനിമം ഒരാഴ്ച വേണമെന്ന് പറഞ്ഞു. എനിക്ക് 2-3 മണിക്കൂർ കൊണ്ട് കാണാൻ പറ്റണ അത്ര കണ്ടു തീർക്കും. മെയിനായിട്ട് കാണാനുള്ളത് മൊണാലിസയാണ്. അതെവിടെ നോക്കട്ടെ. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, നോക്കട്ടെ. BC 3000 പ്രതിമയാണത്. കണ്ടില്ലേ? ഇതൊക്കെ ആരായിരിക്കും അല്ലേ? ഹലോ, നിങ്ങളൊക്കെ ആരാ? ആ പ്രതിമകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് വെച്ചാൽ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനൊക്കെ എത്രയോ മുന്നേ, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതൊക്കെയോ മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. (1700) അന്നത്തെ രാജാക്കന്മാർ അവരെ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എന്ത് ലക്ഷറി സാധനങ്ങളല്ലേ! 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്ര ലക്ഷറി ആയിട്ട് അവർ ജീവിച്ചിരുന്നു പറയുമ്പോൾ ഇപ്പം നമ്മളൊന്നും അധികം പുരോഗമിച്ചില്ല ഇതൊക്കെ വെച്ച് നോക്കുന്നു. ആയിരത്തി 1559 ഡോറ് കണ്ട് വർക്ക് നോക്കി കഴിയുമ്പോഴല്ലോ. കിങ് ലൂയി 14 ഗാലറിയാണ് ഇത്. അപ്പോളോ ഗാലറി എന്നതിൻ്റെ പേര്. 1661 ഇതുണ്ടാക്കിയത്. എന്ത് രസമല്ലേ പെയിൻറ്റിങ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണിത്, പെയിൻറ്റിങ്സ്. ഈ സൈഡിൽ കാണുന്ന പെയിൻറ്റിങ്സൊക്കെ ഉണ്ടോ, 1400, 1500 കാലഘട്ടത്തിലുള്ള പെയിൻറ്റിങ്സാണ്. എന്ത് രസമാണ് അറിയാം. ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കാണാൻ, പക്ഷേ സമയമല്ല. ഏകദേശം 3 മണിക്കൂറായി ഇതിനുള്ളിൽ കയറിയിട്ട്. ഇനി അധികം ഇവിടെ കറങ്ങിയാൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല, വേറെ ഒരു സ്ഥലങ്ങളും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ലാസ്റ്റ് മൊണാലിസയും കൂടി കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. മൊണാലിസ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. അവിടെ ഒരു വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട്, ഒരു വലിയ ലൈനും. അതുണ്ടാവും മിക്കവാറും മൊണാലിസ. പോയി നോക്കട്ടെ. ഇതാണ് മൊണാലിസിനെ കാണാനുള്ള വരി. അവിടെ എത്തണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇതാണ് മൊണാലിസ. അപ്പോൾ അതായിരുന്നു ലിയനാർഡോ ഡാ വിഞ്ചിയുടെ മൊണാലിസ. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഒരു ചെറിയൊരു പിക്ചർ
ഇവിടെയുള്ള ബാക്കിയുള്ള കണ്ടില്ലേ, ഈ പെയിൻറ്റിങ്സൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ പറയുക, ഒരു ചെറിയൊരു അംശം പോലും വലുപ്പമില്ല, ചെറിയൊരു പിക്ചർ. പക്ഷേ അതിൻ്റെ ഇന്നത്തെ വില 890 മില്യൺ US ഡോളറാണ് പോലെ അതിൻ്റെ പ്രൈസ് കണക്കാക്കി. അത്രയും പ്രൈസുള്ളൊരു സാധനമാണത്. അതിനു വേണ്ടിയാണ് ആൾക്കാർ അത്രയും വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് വർഷം അത് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട്, പിന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട്, ആരും സ്പ്രേ പെയിൻ്റ് അടിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നശിപ്പിക്കാനും മോഷ്ടിക്കാനൊക്കെ ശ്രമം നടത്തിയൊരു പ്രൈസ്ലെസ് ആയൊരു പെയിൻറ്റിങ് 1516 ഇവിടെ വായിച്ചു. ലിയോനാർഡോ ഡാ വിഞ്ചി ഫ്രാൻസിൽ വന്നപ്പം കൊണ്ടുവന്നതാണ്. അപ്പം ഇന്നത്തെ രാജാവ് ലൂയി പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തിന് വിറ്റുപോയതാണ് 1512-13 കൊല്ലവർമ്മല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് മൊണാലിസ. ഇനി ഞാൻ പോകുന്നത് കുറച്ച് പേടിപ്പെടുന്ന സ്ഥലത്തേക്കാണ്. പേടിപ്പെടുന്നത് പറയുമ്പോൾ കാറ്റക്കോംസ് ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ 60 ലക്ഷം പാരീസിൽ 60 ലക്ഷം മരിച്ച ആൾക്കാരുടെ ബോഡി റിമൈൻസ്, അവരുടെ തലയോട്ടിയും എല്ലുകളൊക്കെ സൂക്ഷിച്ച സ്ഥലം. ഇത് ആക്ച്വലി ഒരു ടണലാണ്. ടണൽ ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ പണ്ട് പാരീസിൽ ഒരുപാട് സെമിത്തേരികൾ ഉണ്ടായിരുന്നു. പാരീസ് നഗരം ഉണ്ടാക്കുമ്പോൾ ഈ സെമിത്തേരികളൊക്കെ പൊളിച്ച് അതിനുള്ള ബോഡി റിമൈൻസൊക്കെ എടുത്ത് മാറ്റിയവർ ഈ ടണൽ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഈ പാരീസ് നഗരം ബിൽഡ് ചെയ്യാനുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ലൈക്ക് കല്ലും അതിൻ്റെ സാധനങ്ങൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മൈൻ ചെയ്തെടുത്താണ്, ഖനനം ചെയ്തെടുത്താണ്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടണലുണ്ടായിരുന്നു അടിയിൽ, എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടണലുകൾ. ആ ടണലുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ സെമിത്തേരികളൊക്കെ മാന്തി അതിനുള്ള ബോഡി പാർട്സൊക്കെ അവർ എടുത്ത്, എല്ലും തലയോട്ടികളൊക്കെ എടുത്ത് ഈ ടണലിൽ കൊണ്ടുവച്ചു. അതാണ് കാറ്റക്കോംസ് ഓഫ് പാരീസ്. ബാക്കി ഉള്ളിൽ നിന്ന് കാണിച്ചത്. പ്ലാസ് ഡി കോൺകോർഡ് എന്ന് പറഞ്ഞ സ്ക്വയർ ലൈനാണുള്ളത്. പാരീസിലെ ഏറ്റവും വലിയ സ്ക്വയറാണിത്. 19 ഹെക്ടേഴ്സാണിത് വ്യാപിച്ചു കിടക്കുന്നത്. കുറേ ഫൗണ്ടൻസും ഈ മോണുമെൻറ്റ്സൊക്കെ ആയിട്ട്. ഈ സാധനം കണ്ടോ, ഇത് ഇവിടെ മുന്നേ കിങ് ലൂയി രാജാവിൻ്റെ പ്രതിമയായിരുന്നു പോലും. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത്, റവല്യൂഷൻ കഴിഞ്ഞപ്പം രാജാവിനെ അവർ കൊന്നല്ലോ. അങ്ങനെ രാജാവിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ പ്രതിമ മാറ്റിയിട്ട്, ആ പ്രതിമ ഇവിടുന്ന് പൊളിച്ച് മാറ്റിയിട്ട് അവർ ഇത് കൊണ്ടുപോയി വെച്ചാണ്, ഈ ഒരു സ്തൂപം കൊണ്ടുപോയി വെച്ചാണ്. വേറെ പ്രത്യേകത ഇവിടെ ഉണ്ട്. ഈ ഒരു സ്തൂപം ഉണ്ടല്ലോ, ഇതും ആർക്ക് ഡി ട്രിയോംഫും ഒരേ ലൈനിലാണ്. ഇവിടെ നോക്കിയാൽ ഉണ്ടല്ലേ, ഒരേ ലൈനിൽ ആർക്ക് ഡി ട്രിയോംഫാണ് അതാ കാണുന്നത്. ഒരേ ലൈനിലാണ് നേരെ കാണുന്നത്. രണ്ട് ഫൗണ്ടനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ കാണുന്നതും കണ്ടല്ലേ, ഇതും, പിന്നെ ഒന്ന് അവിടെ കാണുന്ന ആ സൈഡിൽ അത് ആ കാണുന്നൊന്നും. പിന്നെ രണ്ട് ഐഡൻറ്റിക്കൽ ബിൽഡിങ്, ഒരേപോലത്തെ രണ്ട് ബിൽഡിങ്, അതൊക്കെയാണ് ഈ സ്ക്വയറിൽ പെട്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രാൻസ് ആണ് എൻ്റെ ബാക്കിലുള്ളത്. ഇവിടുത്തെ ഫ്രഞ്ച് ഭാഷക്ക് കൂടുതൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഇവർ തുടങ്ങിയാണ്. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങോട്ട് അതിക്രമിച്ച് കയറിയപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ് പോലും. ഇപ്പോൾ ഏകദേശം 1000-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും ഇതിന് അണ്ടറിലുണ്ട്. ഒരുപാട് പ്രൈസസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഏകദേശം ലാസ്റ്റ് ഇയർ കൊടുത്ത് 27 മില്യൺ യൂറോൻ്റെ പ്രൈസസ് ഓരോ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രാൻസ്. ഞാൻ നടക്കുന്നതിൻ്റെ സൈഡിൽ ബുക്ക് സെല്ലേഴ്സ് കണ്ടില്ലേ, സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലേഴ്സാണിത്. ഏകദേശം 500 കൊല്ലമായിട്ട് ഇവിടെ ഈ സ്റ്റാളുണ്ട്. പച്ച കളറിൽ ബോക്സ്, ഏകദേശം 500 കൊല്ലമായിട്ട് ഇവിടെ ഉള്ളതാണ്. സീൻ നദിക്കരയിൽ ആണ് ഇതുള്ളത്. അപ്പുറത്ത് സീനാണ്, സീൻ്റെ രണ്ട് സൈഡിലുണ്ട്. ഇത് ആക്ച്വലി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ്. അത് ക്ലോസ്ഡ് ആണ്, ഓപ്പണായത് കുറേ ഉണ്ട്. ലോകത്തിലെ ഏക നദിയാണ്, 2 ബുക്ക് ഷെൽഫ് കൂടെ ഒഴുകുന്ന ഏക നദിയാണ് സീൻ റിവർ എന്ന് പറയാം. ദ ഓൺലി റിവർ റൺസ് ബിറ്റ്വീൻ 2 ബുക്ക് ഷെൽഫ്സ് എന്നാണ് പറയുന്നത്. 3 ലക്ഷത്തിൽ പരം ബുക്കുകൾ ഇവിടെ ഉണ്ടാവുന്നു ഈ സ്റ്റാളിൽ. എന്തായാലും ഏത് ബുക്ക് വേണമെങ്കിലും ഉണ്ടാവും, പഴയ ഏത് ബുക്ക് വേണമെങ്കിലും
നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം. നോട്ടർഡാം കത്തീഡ്രലാണ് അടുത്ത് പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം നടന്ന് നോക്കാം. ഏത് സിറ്റിയിലും നമ്മൾ നടന്ന് കാണുമ്പോഴാണ് നമ്മൾ സാധാരണ ടൂറിസ്റ്റ് മാപ്പിലില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പം സാധാരണ പറയാനുള്ള പോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടക്കണം. നോട്ടർഡാം കത്തീഡ്രലിന് മുന്നിലാണ് ഇരിക്കുന്നത്. 1160 പണി തുടങ്ങി. ഏകദേശം 100 വർഷം എടുത്ത് 1260 പണി പൂർത്തിയായത്. അതിനുശേഷം വീണ്ടും ഒരുപാട് റിനോവേഷൻ വർക്ക് നടത്തി. ആ കാലത്ത് ഏറ്റവും വലിയ കാത്തലിക് ചർച്ചായിരുന്നത്. അതിൻ്റെ ഇൻസൈഡ് ഫുള്ള് ഓക്ക് മരങ്ങൾ കൊണ്ടായിരുന്നു പണി. ദ ഫോറസ്റ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നവർ ആ കാലത്ത്. കാരണം അത്രയും വുഡ് വർക്കും വുഡൻ്റെ തൂണുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്നൊരു കത്തീഡ്രലായിരുന്നു ഇത്. ഇതിന് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ഏറ്റവും മുകളിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് മേലെ കയറി എത്തിക്കഴിഞ്ഞാൽ ഒരു ഓസം വ്യൂ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാരീസിൻ്റെ ഫുൾ വ്യൂ കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2019 ഇവിടെ കുറച്ച് റീസ്റ്റോറേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫയർ ഉണ്ടായി. 2019 ഏപ്രിൽ 15 ഫയർ ഉണ്ടായിട്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് കത്തി നശിച്ചു. കാരണം അത്രയും പഴക്കമുള്ള 200 വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള വസ്തുക്കളായിരുന്നു. പ്രത്യേകിച്ച് ഓക്ക് മരത്തിനോടുണ്ടാക്കിയ സാധനങ്ങളായിരുന്നു ഫുള്ളുണ്ടായിരുന്നത്. ഒരുപാട് സീലിങ്ങൊക്കെ ഫുള്ള് കത്തി താഴേക്ക് വീണു. ഏകദേശം ഒരുവിധം മുക്കം ലോസായി. ഇപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ വർക്ക് രണ്ടാമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുഭാഗം ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചത് ലോകത്തിലെ ഏറ്റവും നല്ല എൻജിനീയേഴ്സ്, ഏറ്റവും നല്ല വർക്കേഴ്സാണ് പണിയെടുക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എൻ്റെ രജിസ്ട്രേഷൻ വർക്കിന് വേണ്ടി പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തൊരു എക്സിബിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. കത്തുമ്പണ്ടുള്ള ഫോട്ടോ അവർ എക്സിബിഷനിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പാന്തിയോണാണ് എൻ്റെ പുറകെ കാണുന്നത്, കണ്ടല്ലേ. ഇത് പണി തുടങ്ങിയത് 1758 1790 പണി തീർന്നു. അന്നത്തെ രാജാവ് കിങ് ലൂയി 15 സെൻറ്റ് ജെനേവീവ് എന്ന് പറഞ്ഞ ഒരു സെയിൻറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചർച്ച് ഉണ്ടാക്കാനാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അങ്ങനെ 1791 ഫ്രഞ്ച് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും മരിച്ചല്ലോ. അപ്പോൾ ആ മരിച്ച ആൾക്കാർക്ക് ഒരു സ്മാരകമാക്കാമെന്ന് അന്നത്തെ പാർലമെൻറ്റ് തീരുമാനിക്കണം. അങ്ങനെ അന്ന് ഫ്രഞ്ച് റവല്യൂഷനിൽ മരിച്ച ഒരുപാട് പേരുടെ റിമെയിൻസ് ഇതിനുള്ളിൽ കൊണ്ടുവച്ചു. ലക്സംബർഗ് ഗാർഡൻസിലാണുള്ളത്. ഇത് 1612 അന്നത്തെ കിങ് ലൂയി 4 അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയാക്കി ഉണ്ടാക്കിയാണ് ഈ ലക്സംബർഗ് പാലസ്. ഇതിൻ്റെ അടുത്തിനപ്പോൾ തന്നെ ആ പാലസിൻ്റെ ഗാർഡനാണിത്. ഇന്നിത് ഫ്രഞ്ച് സെനറ്റിന് കീഴിലാണ്. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. സീൻ നദി കൂടെ ഒരു ബോട്ട് യാത്ര നടത്താതെ പാരീസ് യാത്ര പൂർണ്ണമാകില്ല. അപ്പോൾ സീൻ നദിയിൽ നിന്ന് പാരീസ് എങ്ങനെ ഉണ്ട് നോക്കാം.
ഷാൻസലീസ് സ്ട്രീറ്റ് കൂടെയാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ അവന്യൂ സ്ട്രീറ്റൊക്കെ ആണ് ഇതിന് പറയാം. 1.9 കിലോമീറ്റർ ദൂരമുണ്ട് ഇത്. പാരീസിലെ മാത്രമല്ല ഫ്രാൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റും കൂടിയാണിത് ഷാംസലീസ്. എല്ലാ വർഷവും നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ മിലിറ്ററി പരേഡായ ബാസ്റ്റീല പരേഡ് നടക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഈ ഫ്രഞ്ച് റവല്യൂഷൻ ടൈമിലും ഹിറ്റ്ലർ പരേഡ് നടത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ എല്ലാ വർഷവും ടൂർ ഡി ഫ്രാൻസ് സൈക്കിൾ ടൂർണമെൻറ്റിൻ്റെ അവസാന ലാപ്പ് ഈ സ്ട്രീറ്റിലാണ്, ഷാംസലീസ് സ്ട്രീറ്റിലാണ് വെച്ച് നടത്തുക. ഇതിൻ്റെ എന്താ പറയുക, ഞാനിപ്പോൾ ആ സൈഡിൽ നിന്നാണ് തുടങ്ങിയത്. ആർട്ട് ട്രിയോംഫിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് ലക്ഷറി ഷോപ്സ്, കഫേസ്, സിനിമാസൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ആർട്ട് ട്രിയോംഫ്. ഇവിടെ നിന്നാണ് എൻ്റെ പാരീസ് യാത്ര തുടങ്ങിയത്. ഇവിടെ തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.